ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചമുളക് ചെടി നല്ല ആരോഗ്യത്തോടെ നന്നായി വളരുന്നതിനും നിറയെ പൂവിടുന്നതിനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനും നിറച്ച് കായ്കൾ ഉണ്ടാകുന്നതിനും ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പച്ചമുളകിൻ്റെ തൈ നമ്മൾ പാകി കിളിപ്പിച്ചിട്ട് മാറ്റി നടത്തില്ലേ? അങ്ങനെ മാറ്റി നടുന്നത് നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിലായിരിക്കണം. അത് മാത്രമല്ല, നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം നമ്മൾ മുളക്, പ്രത്യേകിച്ച് പച്ചമുളക് വളർത്തിയെടുക്കാൻ. ഈ ചെടിയാണ് ഞാനിന്ന് മാറ്റി നടാൻ പോകുന്നത്. പൂവിടാറൊക്കെ ആയി, കണ്ടോ? അപ്പോൾ നമുക്കിത് മാറ്റി നടുന്നത് കാണാം. ഇത് നമ്മുടെ മുളക് നിൽക്കുന്നൊരു പാത്രമാണേ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു കുഴി ഉണ്ടാക്കുക. ഇത് കണ്ടോ? അപ്പം നമ്മളിതേ മണ്ണിളക്കുമ്പോൾ അറിയാം, ഇതിന് നല്ല മണ്ണിളക്കമുള്ള മണ്ണാണ്. കണ്ടോ? ഇങ്ങനെയുള്ള മണ്ണിലാണ് വളർത്തേണ്ടത്. അതുപോലെ ഇതൊക്കെ കണ്ടോ, ചാണകമാണ്. നല്ലതുപോലെ നമ്മൾ അടിവളം ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പാത്രത്തിനകത്തെ മണ്ണാണ്. അങ്ങനെയുള്ള വളം നന്നായി ചേർന്ന മണ്ണിൽ വേണം നമ്മൾ ചെടി മാറ്റി നടാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചട്ടിക്കകത്ത് ഞാൻ പാകി കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണേ. ഇതിൽ നിന്ന് വേര് പൊട്ടാതെ ഇളകിയെടുക്കാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഞെക്കി കൊടുക്കുക, അടിയിൽ നിന്നൊന്ന് തട്ടിയും കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വിരൽ വെച്ചിട്ട് ആ വിരൽ കൊണ്ട് അല്ലെങ്കിൽ ഈ ചെടിയെ പിടിച്ചുകൊണ്ട് കമിഴ്ത്തിയാൽ മതി. കണ്ടോ? ഒരു വേര് പോലും പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടും. അപ്പം അതിനെ അതേപടി ഇതിനകത്തോട്ട് വെക്കുക. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് നന്നായി മണ്ണിട്ട് മൂടി കൊടുക്കണം. മണ്ണിട്ട് മൂടി കൊടുത്താൽ ഉടനെ നമ്മുടെ മുളക് ചെടി, ഏതിനത്തിൽപ്പെട്ട മുളക് ചെടി ആയാലും മുളക് ചെടി മാറ്റി നട്ടാൽ ഉടനെ സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. സ്യൂഡോമോണാസ് എടുക്കുന്നത് 20 ഗ്രാം 1 ലിറ്ററിൽ എന്ന തോതിൽ വേണം നമ്മൾ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ. അത് മാത്രമല്ല, നമ്മളൊരു ഓരോ 15 ദിവസം കൂടുമ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മുളക് ചെടിക്ക് ബാക്ടീരിയൽ വാട്ടം അല്ലെങ്കിൽ ദ്രുതവാട്ടം വന്ന് നശിച്ചു പോകാതിരിക്കും. ഇത് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളമാണേ. അപ്പോൾ നമ്മളിപ്പം മാറ്റി നട്ട ചെടിയുടെ ചുവട്ടിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും അതുപോലെ ഈ ചെടിക്കും നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മാറ്റി നട്ട് ചുവട് പിടിച്ച് ഇത്രയുമൊക്കെ ചെടി വളർന്നു കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ചുവട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ചുവട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ജൈവവളം ഇതിനകത്തേക്ക് ചെയ്യുന്നത് സ്റ്റെറാമീലാണേ. ഈ സൈഡിൽ കൂടെ ഒത്തിരി ഒന്നുമില്ല, ഇത്രയും മാത്രം. ഇത് ഒരു പിടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിലും കുറവാണ്. ഈ അരികുമ്പഴി ചെടിയുടെ ചുവട്ടിൽ മുട്ടാതെ കുറച്ചിട്ടു. അതുപോലെ നടുക്കൂടെയും ഞാൻ കുറച്ചുകൂടെ ഇട്ടു. അതുപോലെ ഈ സൈഡിൽ കൂടെ. നമ്മളിപ്പം ഒരു ഗ്രോ ബാഗിനകത്ത് ഒരെണ്ണം മാത്രം വെക്കുന്നവരാണെങ്കിൽ ചുറ്റിനും ചുവട്ടിൽ നിന്ന് മാറ്റി കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പാത്രത്തിനകത്ത് ചാണകപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചാണകപ്പൊടി നന്നായി മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്ന, ഇപ്പം നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം. കണ്ടോ? ഇതൊക്കെ ചാണകപ്പൊടിയുടെ ഭാഗങ്ങളാണ്. പക്ഷേ എന്നാലും ഞാൻ കുറച്ചും കൂടി ഇടുവാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇതേപോലുള്ള വളം ഇട്ടതിന് ശേഷം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ മതി, അല്ലാതെ ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടുന്ന പണി എന്ന് പറഞ്ഞാൽ, കണ്ടോ, ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ. കുറച്ച് പോട്ടിംഗ് മിക്സ് നമ്മളിപ്പോൾ ഇട്ട വളത്തിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്ത് മൂടണം. കണ്ടോ? ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഈ വളം നമുക്കങ്ങ് നല്ലോണം മൂടിക്കൊടുക്കാം. ഇതൊരു ചീരത്തൈ, അത് അവിടെ നിന്നോട്ടെ. അപ്പോൾ അധികം താമസിയാതെ നമുക്കതിനെ പറിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലെ വളം ഇട്ട് കഴിഞ്ഞാൽ ചെടി നനച്ചു കൊടുക്കണം. മണ്ണ് നനച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത്. വാർന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ചുവട്ടിലെ നനവ് നിലനിർത്തുന്നതിന് വേണ്ടി പുതയിട്ട് കൊടുക്കണം. ഇത് കണ്ടോ? ഇത് ഉണങ്ങിയ ഇലകളാണ്. അപ്പം ഞാൻ ഈ ഉണങ്ങിയ ഇലകളാണ് ഇവർക്ക് പുതയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പുതയിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ചുവട്ടിലെ നനവ് നിലനിൽക്കും, ചുവട്ടിൽ കണ്ടമാനം വെയിലടിക്കത്തില്ല. അത് മാത്രമല്ല, കളകൾ വളരാതിരിക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ പുതയിട്ട് കൊടുത്താൽ. ഇതുപോലെ പൂവിടാറായ ചെടിയാണെങ്കിൽ നമുക്ക് ഇവർക്കൊരു അടിപൊളി വളം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം നമ്മളിതേ നോക്കുമ്പോൾ ഇതിന് കണ്ടോ, ചെറിയ കുരുടിപ്പ് പിടിച്ചതുപോലൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ? ഇത് നമ്മൾ ജാലപ്പീനോ എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് മാത്രം വളരുന്ന ഒരിനം മുളകാണ്. ഭയങ്കരമായ എരിവുള്ള മുളകാണ്.
അപ്പോൾ ഇത് മുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു താപനില നമ്മളുടേത് പറ്റുകയില്ല എന്ന് നമുക്കറിയാം. അപ്പം ഞാൻ ഇതിൽ പൂവിട്ട് തുടങ്ങിയത് കാരണം ഇതിന് കാര്യമായിട്ടൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം. പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുരുടിപ്പിൻ്റെ മരുന്ന് നമുക്കിതിന് അടിച്ചു കൊടുക്കണം. പൂവിട്ട ചെടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വളത്തിന് ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം, അത് നല്ലതുപോലെ പുളിച്ച, ഇതിപ്പം ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ്, ചെറുതായിട്ട് പുളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 ദിവസം പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതേപോലെ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് കടലപ്പിണ്ണാക്കാണേ, കടലപ്പിണ്ണാക്കിൻ്റെ 1 പിടി. ഇപ്പോൾ ഇത് ഏകദേശം 1 ലിറ്ററാണ് കഞ്ഞിവെള്ളം ഉള്ളത്. അതിനകത്തേക്ക് നമ്മൾ ഒത്തിരി ഒന്നും വേണ്ട, വെറും 1 പിടി കടലപ്പിണ്ണാക്ക്. കണ്ടോ, ഇത്രയും മാത്രം കടലപ്പിണ്ണാക്ക് എടുത്തിടുക. കഞ്ഞിവെള്ളവും അതിനകത്തേക്ക് 1 പിടി കടലപ്പിണ്ണാക്കും ഇട്ടതിനകത്തോട്ട് ഇച്ചിരി ശർക്കര, ഇത് ഉരുകിയിരിക്കുന്ന ശർക്കരയാണ്, ഞാൻ പലപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ശർക്കര, നമ്മൾ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ ഒരു 100 ഗ്രാം ശർക്കര. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ശർക്കര ഇട്ടാൽ ഉറുമ്പ് വരത്തില്ലേ എന്നൊക്കെ. ഈ ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടി ആ ശർക്കര അങ്ങ് ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശർക്കര അങ്ങനെ തന്നെ കിടന്ന് നമ്മളുടെ ചെടികളിൽ ഉറുമ്പ് വരാനൊന്നും ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇനി ഈ 3 സാധനവും കൂടെ ചേർത്ത മിക്സ്ചർ നമ്മളൊരു 3 ദിവസത്തേക്കിന് അടച്ചു വെക്കണം. 3 മുതൽ 5 ദിവസം വരെ അടച്ചു വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ഇതിനെ അടച്ച് മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ അതേപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കഞ്ഞിവെള്ളത്തിനകത്ത് പിണ്ണാക്കും ഇട്ടിട്ടുണ്ട്, അതുപോലെ ശർക്കരയും ഇട്ടിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ദേ ഇങ്ങനെ, ഇത് ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ പാകത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 10 ഇരട്ടിയായിട്ട് നേർപ്പിക്കണം. അപ്പം ഞാൻ ഒരു ചെറിയ കപ്പിലെടുത്തിട്ട് 10 ഇരട്ടിയായി നേർപ്പിച്ച് കാണിക്കാം. അപ്പം ഞാൻ ഇതിൽ 1 കപ്പ് നിറഞ്ഞു കയറിയിട്ടില്ല, ഇത്രയും, അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ. എന്നിട്ട് ഈ പാത്രത്തിന് നമ്മൾ 10 പാത്രം വെള്ളം കൂടെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിറച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇത് 10 ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കിന് മതി. കൊഴുകൊഴാന്നാണ് നമ്മൾ ഉണ്ടാക്കുന്ന വളം ഇരിക്കുന്നതെങ്കിൽ അത് ചെടികളുടെ ചുവട്ടിലെ എയർ സർക്കുലേഷൻ കുറയ്ക്കുകയും ചെടികൾക്ക് കേടുവരികയും ചെയ്യും. അപ്പോൾ ഇതേപോലൊരു ഒഴുകുന്ന പരുവം മതി വളം ഒഴിക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഒഴിക്കാം. ഈ ഉണ്ടാക്കിയ വളം ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഈ ഒരു പാകത്തിന് മതി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കുറച്ച് ഈ മുളക് ചെടിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 ദിവസം കൂടുമ്പം ഈ രീതിയിൽ വളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യത്തോടെ പെട്ടെന്ന് വളർന്നു വരും, നിറയെ പൂവിടിക്കും, നിറച്ച് കായ്കളും ഉണ്ടാകും. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. അപ്പം നമ്മൾ ഈ വളം ഒഴിച്ചു കഴിഞ്ഞിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. കുറച്ച് മണ്ണ്, ഇത് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്ന മണ്ണാണ്, അത് ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, അങ്ങനെ മണ്ണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, എല്ലാവരും പറയുന്നൊരു പരാതിയാണ് പച്ചമുളക് ചെടിയിലുണ്ടാകുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്ന്. അപ്പം നമ്മുടെ പച്ചമുളക് ചെടിയിലുണ്ടാകുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനും മറ്റ് കീടങ്ങൾ കൂടുതലായി ആക്രമിക്കാതിരിക്കാനും ഞാനൊരു സൂപ്പർ ട്രിക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ചെയ്യണം. അതിന് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് അതിനകത്തേക്ക് 5 മില്ലി ഫിഷ് അമിനോ ആസിഡ്. കണ്ടോ, ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ്. ഇതിൻ്റെ ഒരു 5 മില്ലി, ഇത്രയും മതി. 5 മില്ലി ഫിഷ് അമിനോ ആസിഡ് എടുത്തിട്ട് ഇനി എടുക്കുന്നത് എന്നാന്ന് കണ്ടോണേ. 5 മില്ലി തന്നെ സോപ്പ്. ഇത് ലിക്വിഡ് സോപ്പാണ്. നമുക്ക് ലിക്വിഡ് സോപ്പ് ഇല്ലാത്തവർക്ക് ഷാമ്പൂ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു 5 മില്ലിയും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഇച്ചിരി കൂടെ ഒഴിച്ചേക്കാം. 5 മില്ലി. ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കായമാണ്. പാൽക്കായം ഉള്ളവരാണെങ്കിൽ അത് ചേർക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ സാധാരണ സാമ്പാർ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന കായമാണ്. ഇതിനെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, പൊടിയായിട്ട് വീഴുന്ന കാണാവോ? കണ്ടോ, ഇങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു 5 ഗ്രാം വരെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 5 മില്ലി മാത്രം വിനാഗിരി. അപ്പം ഒരു 5 മില്ലി
വിനാഗിരി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു. ഇനി ചെയ്യേണ്ടത് ഇത് 1 ലിറ്ററായിട്ട് നല്ലതുപോലെ നേർപ്പിക്കണം. അപ്പം നമുക്കിതുപോലെ വെള്ളം ഒഴിച്ച് ഇതിനെ നേർപ്പിച്ചെടുക്കാം. അങ്ങനെ നേർപ്പിച്ച് 1 ലിറ്ററാക്കുക. കണ്ടോ, ഇതേപോലെ 1 ലിറ്ററാക്കി മാറ്റി. നമ്മൾ ഈ സോപ്പ് ചേർക്കുന്നത് നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന സാധനം ചെടികളിൽ പറ്റി പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സോപ്പ് ചേർക്കുന്നത്. എന്നിട്ട് ഞാനിത് നന്നായി അടയ്ക്കുവാണേ. ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ നമുക്കിതങ്ങോട്ട് നിറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് എല്ലാം തന്നെ മുളക് ചെടികൾക്ക് വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒറ്റ പൂ പോലും പൊഴിഞ്ഞു പോകത്തില്ല. ഇനി കായ്കളെ വീണാലും കുഴപ്പമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം കൂടെ നമ്മൾ മുളക് ചെടിക്ക് ചെയ്തു കൊടുക്കണം. അതായത് ഏകദേശം ഒരു 20 ഗ്രാം അല്ലെങ്കിൽ 1 പിടി കുമ്മായമെടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് നല്ലതുപോലെ കലക്കണം. അപ്പം ഞാൻ ഈ കുമ്മായം ഈ വെള്ളത്തിലേക്ക് ഇടുവാണേ. എന്നിട്ട് നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം. ഇങ്ങനെ കലക്കി കൊടുത്തതിന് ശേഷം ഇത് 3 ഇനം കാന്താരിയാണേ. അപ്പം ഞാൻ ഇവർക്ക് എല്ലാ ഇനം മുളക് ചെടിക്കും ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ കലക്കിയെടുത്തിരിക്കുന്ന കുമ്മായം കലക്കിയത് ചെടിയുടെ തണ്ടിലും ഒന്നും മുട്ടാതെ കുറച്ച് ദൂരത്തേക്ക് മാറ്റി ഈ ഗ്രോ ബാഗുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് മാസത്തിൽ 1 പ്രാവശ്യം വീതം നിർബന്ധമായും ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിലത്തെ ഗുണം എന്ന് പറയുന്നത് മണ്ണിലെ കാൽസ്യത്തിൻ്റെ കുറവും പരിഹരിക്കപ്പെടും, മണ്ണിൻ്റെ pHും ക്രമപ്പെടും. എങ്കിൽ മാത്രമേ ചെടികൾ നന്നായി വളരുകയും വളം വലിക്കുകയും വിളവ് തരികയും ചെയ്യുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്കിഷ്ടം പോലെ മുളക് നമ്മളുടെ ചെടിയിൽ നിന്ന് കിട്ടിയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകരുതേ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടായി നിൽക്കുന്ന മുളക് ചെടിയിൽ നിന്ന് മുളകിനെ ഒന്ന് വിളവെടുക്കണം. ഇതാണ് നമ്മളുടെ ഒരു പച്ചമുളക് ചെടി. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഉണ്ടായി നിൽക്കുന്ന കണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് വിളവെടുക്കുവാണ്. ആ വിളവെടുത്തതിന് ശേഷം കണ്ടോ ഇവിടെയൊക്കെ നിൽക്കുന്ന കണ്ടല്ലോ അല്ലേ. അങ്ങനെ മുളക് ഇപ്പോൾ ഏകദേശം ഇത് പറിക്കാൻ പാകമായിരിക്കുവാണ്. ചിലതൊക്കെ കണ്ടോ ഇതേപോലെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്, കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വിളവെടുത്ത് മാറ്റാം. ഇങ്ങനെ നമ്മൾ കൃത്യമായി വിളവെടുത്താൽ മാത്രമേ ഉള്ളൂ വീണ്ടും വീണ്ടും മുളകുകൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ ചെടിയെ തന്നെ നോക്കിയാൽ അറിയാം, ഈ കായ്കൾ ഇങ്ങനെ കണ്ടമാനം ഇറുങ്ങടിച്ചുണ്ടായി നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നത് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. നമ്മളിത് വിളവെടുത്തതിന് ശേഷം നമ്മളിന്നുണ്ടാക്കിയ വളമില്ലേ, ആ വളം കുറച്ചൊഴിച്ച് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പം ഇതേപോലെ നമുക്ക് വീണ്ടും മുളക് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാ കമ്പയിലെയും സൂക്ഷിച്ച് നമ്മൾ പറിച്ചില്ലെങ്കിൽ മുളകിൻ്റെ കമ്പുകളൊടിഞ്ഞു പോകും. കമ്പുകളിലാണല്ലോ പൂക്കൾ ഉണ്ടാകുകയും കായ്കൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ സൂക്ഷിച്ച് തണ്ടേൽ പിടിച്ച് വേണം മുളക് മുഴുവനും പറിച്ചെടുക്കാൻ. ഈ മുളക് ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിരിക്കുന്ന മുളകാണ്. ഈ ഒരൊറ്റ ചുവട് മുളക് ചെടിയിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇത്രയും മുളക് വിളവെടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വെയിറ്റ് എടുത്ത് നോക്കാം, ഏകദേശം എന്തുമാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 100 ഗ്രാമാണോ 200 ഗ്രാമാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്കിത് എത്രയുണ്ടെന്ന് നോക്കാം. ബാലൻസേൽ എഴുതി കാണിക്കുന്ന എത്രയാണെന്ന് നോക്കിക്കോണേ. അപ്പം ഞാൻ ഇതേപോലെ വെച്ചു. ഏകദേശം 800 ഗ്രാം ആ മുളകാണ് നമുക്ക് ഈ ഒരു മുളക് ചെടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത്രയുമോ ഇതിനേക്കാളും കൂടുതലോ വിളവെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മുളക് ചെടിക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ. ഇതുപോലെ മുളകിന് മാത്രമല്ല എല്ലാ ചെടികളുടെയും കൃത്യമായ വീഡിയോകൾ, പാവലിനാണെങ്കിലും പടവലത്തിനാണെങ്കിലും എല്ലാം കൃത്യമായ കാര്യങ്ങൾ ചേർത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.